താമരശ്ശേരി ഷഹബാസ് വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഷഹബാസ് വിഷയത്തിലൊരു വീഡിയോ രാത്രി ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ വരുന്ന വ്യൂവേഴ്സിൽ പലരും ചിലപ്പോൾ അത് കണ്ടു കാണില്ല. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ പ്ലേ ചെയ്യാതെ ഒരു സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മീഡിയയിൽ എനിക്കറിയാവുന്ന കുറച്ച് പേഴ്സണാലിറ്റീസിനും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എനിക്ക് തോന്നിയത് അപ്പോൾ അത് ചെയ്യാനാണ്. കാരണം മേ ബി അതൊരു വൈറ്റൽ എവിഡൻസ് ആയിട്ട് ഉള്ള ഒരു കാര്യമായിരിക്കും. സോ ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് ഓൾറെഡി പോലീസിനടക്കം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണെന്നുള്ളതൊക്കെ വേറൊരു സോഴ്സിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഫൈൻ. ആൻഡ് മീഡിയ എന്തുകൊണ്ട് ഇത് ടേക്കപ്പ് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരു ഷഹബാസ് വിഷയത്തിൽ മെജോറിറ്റി വ്യൂവർഷിപ്പും മെജോറിറ്റി ആളുകളും ഷഹബാസ് മരിച്ച ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. സോ ഇങ്ങനൊരു വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ ഇങ്ങനൊരു ന്യൂസോ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ റെക്കോർഡോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല. അങ്ങനെയൊക്കെയാണ് അവരുടെ എക്സ്പ്ലനേഷൻ വരുന്നത്. പക്ഷെ ഞാൻ ചിന്തിച്ചതും ഒന്നും അതായിരുന്നില്ല. ഞാൻ 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസ് നടക്കുകയാണ്, ഒരു കേസാണ്, ഒരു മേജർ ഇൻസിഡൻ്റാണ് ഉണ്ടായത്. ജനങ്ങളിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി മീഡിയാസിനുണ്ട്. പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ അവരുടെ മെത്തേഡുകളായിട്ട് പോകുന്നു. പാരലലായിട്ട് റൺ ചെയ്യുന്നതാണ് 24/7 സാറ്റലൈറ്റ് ചാനലുകളും ഇവിടുത്തെ ന്യൂസ് ചാനലുകളെല്ലാം. ഇപ്പം എന്നെപ്പോലുള്ളവർ നമ്മൾ യൂട്യൂബിനകത്ത് ഇൻഡിവിജ്വലായിട്ട് എൻ്റെ കോണ്ടൻറ്റ് മെത്തേഡ് ഇതാണ്, എൻ്റെ കോണ്ടൻറ്റ് പാറ്റേൺ ഇതായതുകൊണ്ട് ഞാനിങ്ങനത്തെ ഓൺ വോയിസിലുള്ള ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നു. അതിലിങ്ങനത്തെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ വേറുള്ളവരുടെ കോണ്ടൻറ്റ് എടുത്ത് കൊടുന്ന് വെച്ചിട്ട് അതിൽ എൻ്റെ അഭിപ്രായം പറയുന്ന ഒരു പരിപാടി ആയതുകൊണ്ട്, റിയാക്ഷൻ ചാനലായതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് പ്രസൻറ്റ് ചെയ്യുന്നൊരു ചാനലായതുകൊണ്ടോ, ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്ന് ബാക്ക് ഔട്ട് ആയാൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യേണ്ട ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഓക്കെ, എൻ്റെ റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലീസ് ഓഫീസറിന് ഈ സാധനം എത്തിക്കുക. ഞാൻ കൃത്യമായിട്ട് അത് വാട്സാപ്പ് വഴി ഡെലിവർ ചെയ്തു. മീഡിയാസിന് എത്തിക്കുക, ഞാൻ കൃത്യമായിട്ട് മീഡിയയ്ക്ക് കൊടുത്തു. ആൻഡ് എവിടുന്നും ഒരു റെസ്പോൺസും ഇല്ല. സോ ദ ബെറ്റർ തിങ്, ഇപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരായ നിങ്ങൾ, ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യാതെയും കാണുന്ന ജനങ്ങളിലേക്ക് എനിക്ക് കിട്ടിയ ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഫൈൻ. ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടു, മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ന്യൂസാണ്. പരീക്ഷ കഴിയും മുമ്പ് അപായപ്പെടുത്തും, ഷഹബാസ് വധത്തിലെ കുറ്റാരോപിതരെ വധിക്കുമെന്ന് ഊമക്കത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ അവരൊരു കുട്ടിയെ തല്ലിക്കൊന്നവരെ കൊല്ലാൻ വേണ്ടി ഇനി കുറേ ആൾക്കാർ. ഇതിൻ്റെ പേരിൽ ഇനി എത്ര കൊലപാതകങ്ങൾ നടക്കും ഈ സൊസൈറ്റിയിൽ? ഓക്കെ, എത്ര പേരുടെ ജീവൻ പോവും? ചിന്തിക്കേണ്ട കാര്യമല്ലേ? സോ ഇനി ഞാൻ പോകുന്ന കുറേ സ്ക്രീൻഷോട്ടുകളും ഇവിടെ വെക്കാൻ പോകുന്ന കുറേ സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻ റെക്കോർഡുകളും ഒക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കും കാണുകയൊക്കെ വേണം. ഞാൻ ആദ്യമേ പറയുന്നു, കൊലപാതകം ചെയ്തവർക്ക് ഒരു രീതിയിലും അത് ന്യായീകരിക്കാനുള്ള വകുപ്പില്ല. കൊലപാതകമാണ്. ഒറ്റയ്ക്ക് കൊന്നാലും കൂട്ടം കൂടി ഒരാളെ കൊന്നാൽ, ഒരു ജീവൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതിന് ന്യായീകരണങ്ങളില്ല. കൊലപാതകമാണത്. കുട്ടി ചെയ്താലും വലിയ ആൾ ചെയ്താലും ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ഏത് ജെൻഡറിലുള്ള ആൾ ചെയ്താലും കൊലപാതകമാണ്. ഒരു ജീവൻ എടുക്കുക, ഒരു ജീവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ ആർക്കും എന്ത് ചെയ്യരുത്, ഈ നാട്ടിലൊരു നിയമത്തിൻ്റെ ഇളവ് കിട്ടാൻ പാടില്ല. കൊലപാതകം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. പ്ലാൻ ചെയ്തും ഒരാളെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി ഒരാളെ കൊല്ലുക എന്നുള്ള ക്രൈം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നിയമത്തിൽ ഇവിടെ കൊടുത്തേ പറ്റൂ. അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് കൃത്യമായ തെളിവുകൾ എടുത്തിട്ട് അവർക്ക് ആ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഫൈൻ.
കാരണം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കൊലപാതകളെ. ചെയ്യാനും പാടില്ല, നമ്മൾ ചെയ്യൂല, ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഈ ഒരു കേസ് എടുത്തപ്പോൾ മുതൽ, ഈ ഒരു ഷഹബാസ് വിഷയം ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് മുതൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരുപാട് കമൻറ്റുകൾ വായിച്ചിട്ടുണ്ട്. ഇതിനൊരു റീസൺ കാണുമല്ലോ. ഈ 6 പേരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള 6 പേർക്ക് ഷഹബാസിനോട് ഇത്രത്തോളം വൈരാഗ്യം തോന്നാൻ, ഷഹബാസിനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ എന്ത് വൈരാഗ്യമാണ് ഇവർക്ക് ഷഹബാസിനോട് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിന്തിക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ വട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആ ചിന്തകളിലൂടെ പോകുമ്പോഴാണ് എപ്പോഴും ട്യൂഷൻ സെൻറ്ററിൽ നടന്ന അടി, കപ്പിൾ ഡാൻസ്, അങ്ങനത്തെ കുറേ ആസ്പെക്റ്റുകളിലൂടെ ഞാൻ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തായിരിക്കാം ഒരാളെ പ്ലാൻ ചെയ്ത് കൊല്ലണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം എന്തെങ്കിലും ഒരു വലിയ റീസൺ കാണുമല്ലോ. അപ്പം ഞാനിങ്ങനെ അത് റിവൈൻഡ് അടിച്ച് പോകുന്നു. ഓരോ കോണ്ടന്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് വന്ന് പറയുന്നു. കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്നിട്ട് അവരുടെ പെർസ്പെക്റ്റീവ്സ് പറയുന്നു. പക്ഷെ ആർക്കും ഒരു പോയിന്റിൽ എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു കൊലപാതകത്തിലേക്ക് ഇവർ ഇത്രയും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു പയ്യനെ വട്ടം കൂടി അടിച്ച് കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ളത് അല്ലേ? മേ ബി ഇത് അവർക്കൊരു കാരണമാണെങ്കിലും. ഞാൻ ഇനി ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന സ്ക്രീൻ റെക്കോർഡ്, ഓക്കെ, ഇത് ഷഹബാസിൻ്റെ മെയിൻ അക്കൗണ്ട് ഞാനിവിടെ വയ്ക്കാം. ഞാൻ കഴിഞ്ഞ വട്ടൊരു വീഡിയോ ഷഹബാസ് ഇഷ്യൂൽ ചെയ്ത സമയത്ത് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഷഹബാസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ അക്കൗണ്ടിൻ്റെ ഷഹബാസ് PK എന്നാണ് ആ അക്കൗണ്ട്, ഷഹബാസിൻ്റെ അക്കൗണ്ട്, മെയിൻ അക്കൗണ്ടിൻ്റെ പേര്. ഇപ്പോൾ അതിൽ 18.8K ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഷഹബാസിനോടുള്ള സ്നേഹമാണത് ആളുകൾക്ക്. സോ ഷഹബാസിൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ നിന്നല്ല മെസ്സേജസ്. ഓക്കെ, നമ്മൾ മീഡിയ വഴി കണ്ട ഷഹബാസിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ഇഷ്യൂവിലെ മുഖ്യപ്രതിയായിട്ടുള്ള ആ കുട്ടി, ഓക്കെ, ആ പയ്യൻ, അവൻ പൊറുക്കണം ആ സ്കീമിലൊക്കെ മെസ്സേജ് അയച്ചല്ലോ. ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷഹബാസിൻ്റെ ഈ മെയിൻ അക്കൗണ്ടിലേക്കല്ല. ഷഹബാസിനൊരു സ്പാം അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഷഹബാസിൻ്റെ സ്പാം അക്കൗണ്ട് PKIN.2. ഇതാണ് ഷഹബാസിൻ്റെ സ്പാം അക്കൗണ്ട്. ഇത് ഷഹബാസിന് തന്നെ സ്പാം അക്കൗണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാനും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷഹബാസിൻ്റെ ഈ അക്കൗണ്ടിലെ DP ഞാനിവിടെ കാണിക്കാം. ഒരു റോയൽ എൻഫീൽഡ് അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ റോയൽ എൻഫീൽഡിൻ്റെ സെയിം പിക്ചർ ഷഹബാസിൻ്റെ മെയിൻ പ്രൊഫൈലിലെ ഹൈലൈറ്റ്സിനകത്ത് ഷഹബാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സിൽ നോക്കിയാൽ ഷഹബാസിൻ്റെ സെയിം ഫോട്ടോ ഇത് ക്രോപ്പ് ചെയ്തിട്ടാണ് ഷഹബാസിൻ്റെ സെക്കൻഡ് അക്കൗണ്ട്. ഷഹബാസ് ഈ പറഞ്ഞ വോയിസ് മെസ്സേജുകൾ ഷഹബാസ് പ്രതികളായവർക്കും പ്രതികൾ ഷഹബാസിനും ചാറ്റ് ചെയ്തിട്ടുള്ളത് ഷഹബാസിൻ്റെ ഈ പറഞ്ഞ സ്പാം സെക്കൻഡ് അക്കൗണ്ടിൽ നിന്നാണ്. ആ അക്കൗണ്ടാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ള PKIN.2 എന്ന് പറഞ്ഞുള്ള അക്കൗണ്ട്. ഫൈൻ. ഇനി എങ്ങനെ ഇത് ആ അക്കൗണ്ടിൽ തന്നെയാണ് ചാറ്റ് നടന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് വയ്ക്കാം. ഇത് മാതൃഭൂമി ന്യൂസിൽ നിന്ന് ഞാൻ എടുത്താണ്. അന്നേ ദിവസം എല്ലാ ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്ന ഷഹബാസിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട് മുഖ്യപ്രതിയായിട്ടുള്ള ആ പയ്യൻ അയച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഓക്കെ, അത് ഞാനിവിടെ എടുത്തത് മാതൃഭൂമിയിൽ നിന്നാണ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി, യെസ്റ്റർഡേ 8:46 PM എന്നാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. ഫൈൻ. എടാ നിനക്കിപ്പം എന്തോ ആവണം, എനിക്കിപ്പോൾ എന്തോ ആവുന്നു. ഞാൻ ആരെ തല്ലിയാലും പിന്നെ പൊരയിൽ വന്നിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതായത് ഷഹബാസിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം 2 വോയിസ് നോട്ട്. ഓക്കെ, ഈ സ്ക്രീനാണ് മീഡിയ വഴി നമ്മൾ കണ്ടിട്ടുള്ളത്. ഷഹബാസിനെ തല്ലിയ മുഖ്യപ്രതി ഷഹബാസിന് മെസ്സേജ് അയച്ച് ഷഹബാസിനോട് ക്ഷമ ചോദിച്ചു തല്ലിയതിന് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ട ആ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻ ഇതാണ്. ഇനി ഞാനിതിവിടെ ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഫൈൻ. ഷഹബാസ് എങ്കിൻ്റെ പറയടാ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്.
എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇനി ഒന്ന് ഒഴിവാക്കിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? എടാ ഷഹബാസ് എങ്ങനെന്തേലും പറയടാ. ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട്. എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇനി ഒന്ന് ഒഴിവാക്കിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? എടാ ഷഹബാസേ, എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് കൊടുക്കും. ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ ഒന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ. പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. മുഖ്യപ്രതിയായിട്ടുള്ള ആ പ്രതി ഷഹബാസിന് അയച്ച വോയിസ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും മീഡിയ വഴി കേട്ടതാണ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്തത്. അതിൽ മീഡിയൻ്റെ എവിടെയും വാട്ടർമാർക്കൊന്നും ഇല്ലാതെയാണ് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് കൃത്യമായി കണ്ടാൽ മനസ്സിലാവും. യെസ്റ്റർഡേ 8:46 PM എന്ന് പറഞ്ഞിട്ടുള്ള ചാറ്റ് മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടതും പ്ലേ ചെയ്യിച്ച് കേട്ടതും. ഫൈൻ. ഇതിൽ കൃത്യമായിട്ട് ആ പ്രതി പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് ചൊറിഞ്ഞു, നീ എന്നെ മാത്രം ചൊറിഞ്ഞു, നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. ലാസ്റ്റ് പുറത്തു കൊണ്ടാണെന്നും പറയുന്നുണ്ട്. ഫൈൻ. ഇത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ക്രീന് നിങ്ങൾ മനസ്സിൽ വെച്ചോ, ആ ചാറ്റിൻ്റെ തുടക്കവും നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഇനി ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഷഹബാസിൻ്റെ സ്പാം അക്കൗണ്ട്, സെക്കൻഡ് അക്കൗണ്ട് PKIN.2 എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ചാറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച വൈകിട്ട് 5:31 PM മുതലുള്ള ചാറ്റാണ് ഞാനിവിടെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പോകുന്നത്. ഇതിനകത്ത് ഈ മുഖ്യ പ്രതിയുടെ വോയിസ് അല്ല ഉള്ളത്, ഷഹബാസ് സംസാരിക്കുന്ന വോയിസാണ് ഇതിനകത്തുള്ളത്. ഇത് പോലീസുകാർക്ക് അവരുടെ കയ്യിലുണ്ടാവാം, ഇല്ലെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാനിവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരുന്നുണ്ട്. ഷഹബാസ് ഈ മുഖ്യപ്രതിക്ക് അയച്ച മെസ്സേജും ആ മുഖ്യപ്രതി ഷഹബാസിനോട് ചാറ്റ് ചെയ്തതും അവരുടെ ചാറ്റ് സ്ക്രീനാണ്. വെനസ്ഡേ 5:31 PM ഞായറാഴ്ചയാണ് ഈ ട്യൂഷൻ ക്ലാസ്സിൽ അടിയും പിടിയും നടന്നത്. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രണ്ട് സ്കൂളിലെ ടീംസും ഗ്രൂപ്പ് ഉണ്ടാക്കി പ്ലാൻ ചെയ്യലും ഇതിനുള്ള മൊത്തം അടി ഉണ്ടാക്കാനുള്ള സ്പോട്ടുകൾ കണ്ടുപിടിക്കലും അടി ഉണ്ടാക്കാനുള്ള സ്ഥലം തപ്പലും ഫുള്ള് പ്ലാനിങ് രണ്ട് സ്ഥലത്തും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഒരു 6 പേരിൽ നിന്നൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായിട്ടും മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതായിട്ട് ഇവരെ പ്ലാനിങ്ങിൻ്റെ ഭാഗം കേട്ട് നിന്നവരും പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിലുണ്ടായതുമായിട്ട് 10-60 പേര് കാണും. ഇതിലും കൂടുതലുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് പേഴ്സണൽ ചാറ്റാണ്. ഷഹബാസിൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് മുഖ്യപ്രതിയായിട്ടുള്ള ആ പ്രതിക്ക് അയച്ചിട്ടുള്ള മെസ്സേജുകൾ. ഓക്കെ, ഞാനിതിവിടെ പ്ലേ ചെയ്യാം. ഇങ്ങനെയാണ് വലിയ ചെൽച്ചീന്. ഇനി ഇതാ അവിടെ പോയിട്ടുറങ്ങാൻ കൊണ്ടാവൂ. നല്ല വലിയ ഡയലോഗ്. എൻ്റെ നമ്പർ ഞാനല്ലേ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ആട്ടുതരാം. ഈ നമ്പർ എന്നിട്ട് ഞാട്ടോ. ഇനി ഇങ്ങോട്ട് ഇറങ്ങി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ്. എന്നിട്ടാ ഞങ്ങൾ ഇറങ്ങാണ്ടിരുന്നു. ഞങ്ങൾ ഇത്ര നേരം ചുമത്ത് പമ്പുണ്ടായിരുന്നു മറ്റേ ചാവറിൻ്റെ അടുത്തല്ലേ. അന്നപ്പോൾ നിങ്ങൾ മെഞ്ഞാന്നും വന്ന് ഞങ്ങൾ കാത്ത് നിങ്ങളെ വിളിച്ച് ഇന്നും വന്ന്. എന്നിട്ട് നിങ്ങളാരുണ്ട് നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോടി, നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുന്ന വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോൾ വരാം. വാ, അവിടെ വേറെ സാധനം എനിക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ടോ വാ, എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചു തരാം. എന്നോട് അതിനാരോ കാണിച്ചു കൊടുക്കാണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ഇനി ഡയലോഗ് അടിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേത്തുന്നുള്ള ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ വരൂ, എടുക്ക്. എപ്പം വരുന്നുണ്ട്? ഇനി ഇപ്പം ഇറങ്ങടോ, ഇപ്പം ഇറങ്ങി. എന്നോട് ഇപ്പം ഇറങ്ങാൻ എടുക്കൂ. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഒന്നൊന്ന് എടുക്ക്, ഞങ്ങൾ വിളിക്കാം. ഒന്ന് എടുക്ക്. ഇനി വരണമെന്നില്ല, വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒന്ന് എടുക്ക്.
വരെയല്ലോ ഞങ്ങൾ എന്തോരാ വെച്ചാൽ കാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാറിഞ്ഞ് വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ എന്താ പറയുന്നത് എനിക്ക് പേടിയാണ് ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞാറിന് വിളിച്ചാൽ അന്നപ്പോൾ ഇവിടെ വരണം ഞങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചു നിങ്ങളിപ്പോൾ അന്ന് രാത്രി 12 മണിക്ക് വിളിച്ചു ഞങ്ങളടുത്തു ആരാന്നിപ്പോൾ എന്നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലില്ലേ ഞങ്ങൾ ഓനെ തല്ലും ഇനി എന്നിട്ട് ഒന്ന് കൊല്ലി ബാക്കി ഇന്നിട്ട് കാണാം ഓനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു പറയനെയൊക്കെ ഞാൻ തല്ലു എനിക്കൊന്നും പറയാണ്ടോ ഇനി ആണാണെ കോരങ്ങാട്ടെ കയറുന്നു അല്ലെ ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വാ എന്നോട് നടുക്കേനി. ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളർക്ക് നേർക്ക് നിങ്ങൾ എന്തായാലും വരില്ലാക്കി അനുസരിച്ച് അല്ലെ വിളിച്ചാൽ ഒന്ന് എടുക്ക് അല്ലാണ്ടിട്ട് ഓരോ തോന്നിയാസം പറഞ്ഞു ഒഴിഞ്ഞ് പറഞ്ഞു ലേശം നിങ്ങൾ ചിലച്ചേനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്ന് വാ വിളിക്കുന്നിടത്തേക്ക് ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂല ഞങ്ങൾ MJ മാത്രമേ വരൂ. പിന്നെ ഞാൻ തല്ലു ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലു ഉറപ്പാ ഞാൻ തല്ലു ഉറപ്പാ ഇനി ഇന്നൊരു കൊല്ലുന്നു എനിക്ക് കാണണം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കംപ്ലീറ്റ് ചാറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ ഞാൻ വെച്ചിട്ടുള്ള ഫുൾ വേർഷൻ. ഞാൻ അന്നത് പ്ലേ ചെയ്തില്ല, ഞാൻ പറഞ്ഞല്ലോ അന്നത് എനിക്ക് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ചാനലുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക എന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഇതിവിടെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഇത് വേറൊരു ഗ്രാവിറ്റിയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ പേരിൽ എത്ര പേര് തമ്മിലടിച്ച് ചാവും എന്നുള്ളത് എനിക്കറിയില്ല, മനസ്സിലായോ? എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, എത്ര പേര് ഇത് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടുത്തവുമില്ല. ഈ ഒരു ചാറ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാനിത് എൻ്റെ പേഴ്സണൽ വ്യൂ പോയിൻ്റാണ് പറയുന്നത്. ഈ ഒരു ചാറ്റ് കേൾക്കുമ്പോൾ ഒരു അടി ഉണ്ടാവുന്നു. ഓക്കെ, ഒരു പ്രോഗ്രാമിന് ഒരു സ്വകാര്യ ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടി ഉണ്ടാവുന്നു. അവിടെ എവിടെയും ഷഹബാസ് ഇല്ല. ഷഹബാസ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത് സ്കൂളിലെ കുട്ടികളെ അടിച്ചു, അതിൻ്റെ വികാരം പൊട്ടിയിട്ടാണ്. ഓക്കെ, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളെ നാട്ടിലും കുടുംബത്തിലൊക്കെ ഉള്ളപ്പോൾ നമ്മളാരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ വികാരവും ദേഷ്യവും വരും. നമ്മളും അതിലൊക്കെ ചിലപ്പോൾ പോയിട്ട് ഇൻവോൾവ് ആവാറുണ്ട്. പരിപാടികൾ എന്താ പറയുക പറഞ്ഞു തീർക്കാൻ പോകാറുണ്ട്, ചിലപ്പോൾ കച്ചറ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാവും, ഒക്കെ ചെയ്ത് കാണും. ഇത് മക്കളും അതേ ലൈനിലാണ് പോയിട്ടുള്ളത്. ഫൈൻ. ആ സ്കൂളിൽ 2 സ്കൂളിലെ കുട്ടികൾക്കും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടടിക്കണം ഇങ്ങോട്ടടിക്കണം എന്നുള്ള മൂഡിലാണ് 2 സ്കൂളിലെ കുട്ടികളും നിൽക്കുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റാണ് ഇവിടെ ഷഹബാസ്. ഷഹബാസിനെ ഇതിലേക്ക് അല്ലെങ്കിൽ ഷഹബാസ് ഇതിലേക്ക് വന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അടി ഉണ്ടായ സ്കൂളിൻ്റെ ഞങ്ങൾ MJ ആ ഒരു സാധനമായിരിക്കും. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഷഹബാസിൻ്റെ ഫ്രണ്ട്, ഈ വോയിസിൻ്റെ ഒക്കെ ബാക്കിൽ നമുക്ക് ഷഹബാസിൻ്റെ കൂടെ ബാക്കി കുട്ടികൾ ഏതൊക്കെയോ 1-2 പയ്യന്മാരുടെ വോയിസും കൂടി കേൾക്കാം, മനസ്സിലായില്ലേ? അപ്പം ഫ്രണ്ടിന് വേണ്ടി ചാടി ഇറങ്ങിയ ഒരു ഷഹബാസ്. പിന്നെ ഇതേപോലുള്ളൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഷഹബാസ് പറയുന്നതും അപ്പുറത്തുനിന്ന് അങ്ങോട്ട് പറയുന്നതുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ 2 ഗ്രൂപ്പായി തിരിഞ്ഞിട്ടും പേഴ്സണലി ഒക്കെ ഇവർ തമ്മിൽ എന്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നാട്ടിൽ സാധാരണമായിട്ട് ഇപ്പം എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൻ്റെ മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്തർക്കം കാണുമല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെല്ലുവിളി ആസ്പെക്റ്റ്. ഇതൊന്നും അറിയാത്തവരല്ല നമ്മളാരും. ഫൈൻ. പക്ഷെ ഇതൊരു കാരണമാക്കിയിട്ട്, ഇതൊരു പ്രൊവോക്കേഷനും ഇതൊരു കാരണമാക്കിയിട്ട് ഷഹബാസിനെ ഈ പ്രതികൾ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് റീസൺ. ഇങ്ങനത്തെ ഒരു ചാറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംസാരങ്ങളോ ഇവർ പേഴ്സണലായിട്ട് നടന്നതാണ് റീസൺ എന്നുണ്ടെങ്കിൽ അതൊരു റീസണായിട്ട് കൂട്ടാൻ പറ്റും എനിക്ക് തോന്നുന്നു. കാരണം ഒരാളെ കൊല്ലാൻ മാത്രം ഇല്ല, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളിയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, അത് ആ മൂഡിലാണ് ആ പോണത്. പക്ഷെ അത് മനസ്സിൽ വെച്ചും കൊണ്ട് ഒരാളെ തീർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അയാളെ തീർക്കുക എന്ന് പറയുന്നത് കുട്ടികളാണ് ഈ ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്, മനസ്സിലായി? ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളെ കുറിച്ചിട്ട് ഒരു ധാരണയും ചിലപ്പോൾ കാണില്ല. പുറമെ കാണുമ്പോൾ ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ നമ്മൾ പുറത്ത് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? വെൽ ഗ്രൂംഡ്, നന്നായിട്ട് പഠിക്കും ഇവരെല്ലാവരും. ഷഹബാസും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. സോ മാതാപിതാക്കൾക്ക് കുട്ടികൾ നന്നായിട്ട് പഠിക്കും, അതാണ് അവരുടെ ഒരു തോട്ട്. പക്ഷേ അവരുടെ ഇടയിലുള്ള ഈ ഒരു റേജ്, അവരുടെ ഇടയിലുള്ള ഈ ഒരു തമ്മിൽ വരുന്ന വൈരാഗ്യം അല്ലെങ്കിൽ ഈ വരുന്ന ഒരു ദേഷ്യത്തിൻ്റെ മൂഡ്, ഇത് എന്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്നുള്ളത് മനസ്സിലാവുന്നില്ല.
കുട്ടികൾ എങ്ങനെ, അതായത് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലം, പക്ഷേ ഒരാളെ കൊല്ലാൻ മാത്രം അതൊന്നും ബിൽഡായിട്ടില്ല. മനസ്സിലായോ? പരസ്പരമുള്ള തെറിവിളി, ചീത്തവിളി, ദേഷ്യം, പേഴ്സണൽ ഗ്രഡ്ജ്. പക്ഷെ ഒരാളെ കൊല്ലാൻ മാത്രം ആ പ്രായത്തിൽ അത് ദേഷ്യമായി മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് കൊന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കൊലപാതകം നടത്തിയവർക്ക് കൃത്യമായിട്ട് എന്തുണ്ട്, അതിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. ഫൈൻ. ഞാൻ കൊലപാതകമാണ് സംഭവിച്ചിട്ടുള്ളത്, കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ, ഞാൻ പറഞ്ഞല്ലോ ചാറ്റ് മാത്രമല്ല, ഒരു ചാറ്റ് സ്ക്രീനും കൂടി ഞാൻ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു വീഡിയോ കൂടി ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ശബ്ദ സന്ദേശം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥി കുറ്റസമ്മതം നടത്തുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷഹബാസിന്റെ വാട്സപ്പ് നമ്പറിലേക്കാണ് സന്ദേശം അയച്ചത്. ഇതിൽ മാതൃഭൂമി അടക്കം പല ചാനലുകളും പറയുന്നത് വാട്സാപ്പിലേക്ക് അല്ല, ഇൻസ്റ്റാഗ്രാമിനകത്താണ് ഇവർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും ഇൻസ്റ്റാഗ്രാമിനകത്ത് സെക്കൻഡറി അക്കൗണ്ടുകൾ വെച്ചിട്ട് ഇവർ ബോംബ് എറിയുക. അതായത് വൺ ടൈം ആയിട്ട് വോയിസ് അയക്കുന്നതും ഫോട്ടോ അയക്കുന്നതും. ഇപ്പോൾ കുറേ ടൂൾസിൻ്റെ ഫോട്ടോ വൺ ടൈം അയച്ചാൽ മതി. പോലീസും ബാക്കി അന്വേഷണ ഉദ്യോഗസ്ഥരും മെറ്റയുടെ അടുത്ത് പോയിട്ടൊരു 10 മെയിലോ മെറ്റയുടെ ഓഫീസിലേക്ക് ഇതിൻ്റെ എൻക്വയറിയുടെ ഭാഗമായിട്ട് പോയാലോ ഈ സാധനങ്ങളൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആണ്. പല കേസുകളിലും മെറ്റ റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല ഇവിടുത്തെ സൈബർ ടീമിനും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും. ലോകത്ത് എത്രയൊക്കെ സംഭവം നടക്കുന്നു. മെറ്റയ്ക്ക് ഈ ഒരു കേസിന് റെസ്പോണ്ട് ചെയ്യാൻ അവർക്ക് ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ചെയ്യുക അവർ. അതുവരെ കേസ് പോകില്ലേ. സോ കുട്ടികൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയണേ, മക്കൾക്ക് ഇതെല്ലാം അറിയാം. ഇപ്പം ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഈ വ്യക്തി ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം, ഇതിൽ ബാക്കി പ്രതികളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പലതും ഇപ്പോഴും ഉണ്ട്, പക്ഷെ മുഖ്യ പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ ഇല്ല, എൻ്റെ അറിവിലില്ല, ഡീആക്ടിവേറ്റഡ് ആണ്. ഇനി ആ ഡീആക്ടിവേറ്റ് ചെയ്ത അക്കൗണ്ട് തിരിച്ച് മെറ്റയിൽ നിന്ന് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര സമയം പിടിക്കും? ഡീആക്ടിവേറ്റ് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് പോയ മെസ്സേജുകളോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടക്കേണ്ടി വരും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരും ബാക്കി ടീമും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. സെക്കൻഡറി അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടും സ്പാം അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുമാണ് ഇവർ ഈ പരസ്പരം വെല്ലുവിളിയും പരസ്പരം ചീത്ത വിളിയും പരസ്പരം ഈ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടും നടന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ വെച്ച സ്ക്രീന്, നേരത്തെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ച് തന്ന ഷഹബാസും ഈ മുഖ്യപ്രതിയും തമ്മിലുള്ള ചാറ്റിൻ്റെ സ്ക്രീനിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് നിങ്ങളെല്ലാവരും നോക്കണം. ഓക്കെ, അവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പ്ലേ ചെയ്ത ഈ പറഞ്ഞ മുഖ്യപ്രതി ക്ഷമ ചോദിച്ചുകൊണ്ട് ഷഹബാസിന് അയച്ച ആ മെസ്സേജ് മാത്രമാണ് നമ്മൾ മീഡിയയിൽ കണ്ടത്. ഓക്കെ, ആ മെസ്സേജിൻ്റെ സെയിം, അതായത് ഇവിടെ ട്യൂസ്ഡേ 8:46 PM. ഓക്കെ, ട്യൂസ്ഡേ 8:46 PM കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത്, എടാ നിനക്കിപ്പോൾ എന്തോ ആവാൻ, മനസ്സിലായോ? ഞാൻ മറ്റേ ആ കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് പറയുന്നത്, ഞാൻ ആരെ തല്ലിയാലും എനിക്ക് വിഷമം വരും, ആ സംഗതി. പിന്നെ 2 വോയിസ് ക്ലിപ്പ്. ഫൈൻ. അപ്പം പിന്നെ നേരത്തെ മീഡിയ വഴി നമ്മൾ കണ്ട ചാറ്റിൻ്റെ ഫൈൻ, ആ ചാറ്റിൻ്റെ ബാക്കി അതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം എവിടുന്ന് മനസ്സിലാക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ചാറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പലരും ഇനിയിപ്പോൾ അത് മാനിപ്പുലേറ്റഡ് ആണോ, പലർക്കും ഇനിയിപ്പോൾ അത് ആരെങ്കിലും ഉണ്ടാക്കി അയച്ചതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. ഫൈൻ. ഇത് മീഡിയയ്ക്ക് കിട്ടിയ സമയത്ത് ഇത് യെസ്റ്റർഡേ 8:46 PM എന്നായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ആ ഫോണിൽ നിന്ന് ഈ പ്രതി അപ്പോളജി ചെയ്തു എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്തതായിരിക്കാം മേ ബി മീഡിയക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. അതിലപ്പോൾ യെസ്റ്റർഡേ, അപ്പോൾ ഈ കുട്ടി മരിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട്. പക്ഷേ ഈ സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടത് ട്യൂസ്ഡേ 8:46. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് എന്താണെങ്കിലും ചെയ്തിട്ടുണ്ടാവുക ഒന്നില്ലെങ്കിൽ മുഖ്യപ്രതി ആ പ്രതി അക്കൗണ്ട് ഡിലീറ്റ് ആക്കുന്നതിന് മുമ്പ് ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് അത് പുറത്ത് ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ എന്നെ പോലെ വീഡിയോ ചെയ്യുന്നവരോ മീഡിയയ്ക്കോ പോലീസിനോ കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഫൈൻ. അല്ലെങ്കിൽ ആ മുഖ്യപ്രതിയുടെ ഫോൺ ചിലപ്പോൾ കിട്ടിക്കാണില്ല, അത് വേറെ ആരെങ്കിലും ആക്സസ് ചെയ്തിട്ട് അവരെടുത്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതായിരിക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് ചാറ്റ് നോക്കണേ.
നമ്മൾ കണ്ടത് ബുധനാഴ്ച മുതലുള്ള ചാറ്റ. എനിക്ക് കിട്ടിയത് ബുധനാഴ്ച മുതലുള്ള ചാറ്റ. ഞായറാഴ്ച നടന്നിട്ടുണ്ട് ഇവിടെ അടി ട്യൂഷൻ സെൻറ്ററിൽ. അത് കഴിഞ്ഞിട്ടുള്ള സംസാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പോലീസ് ഈ വിഷയത്തിൽ ആരൊക്കെ, ഞാൻ പറഞ്ഞു ഇത് 1, 2 അല്ലെങ്കിൽ 5, 6 കുട്ടികളിൽ തീരുന്ന വിഷയമല്ല ഇത് അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് തീർന്നിട്ടുള്ള കാര്യമല്ല. ഇത് അതിനപ്പുറം ഗ്രാവിറ്റി ഉള്ളൊരു വിഷയമാണ്. 10-60 കുട്ടികളെല്ലാം ഇതിൽ ക്രൈമിൻ്റെ ഭാഗമായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണത്തിനെ ചേർക്കേണ്ടി വരും പോലീസ് ഇതിനകത്ത്. അമ്മാതിരി പരിപാടി ഇവരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ആ വോയിസിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വോയിസ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ വോയിസ് ഉള്ള ആൾക്ക് ഈ വോയിസ് പുറത്ത് വരുന്നതിൽ അവർക്ക് ശേഷം പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആ വോയിസ് ഞാനിവിടെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാനിവിടെ വോയിസ് പ്ലേ ചെയ്യുന്നത്. ഫൈൻ. പക്ഷെ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മരണപ്പെട്ട ഷഹബാസിന്റെ വോയിസ് ഉണ്ട്. ഷഹബാസ് അയക്കുന്നതായിട്ടുള്ള വോയിസും പിന്നെ ഗ്രൂപ്പിലിടുന്നൊരു വോയിസുമാണ്. ഇതിൽ ഷഹബാസും കുറേ ടീമും പോയി പിടിച്ചിട്ട് അവിടുന്ന് എന്താക്കുന്നു, ഈ ഫോൺ എടുത്തിട്ട് അവിടുന്ന് ഗ്രൂപ്പിലേക്ക് അയക്കുന്ന വോയിസ്. ഇതേപോലെ ആയിട്ട് കൊല്ലോ എന്നുള്ള രീതിയിൽ പറയുന്ന വോയിസുകളാണ് ഇത് രണ്ടും. അതിന് ആദ്യം നടന്നൊരു സംഭവമാണ്. ഈ ഡ്രസ്സിലെ പ്രശ്നം, ട്യൂഷൻ ക്ലാസ്സിലെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തന്നെ നടക്കുന്ന പ്രശ്നം. ഓക്കെ, അപ്പോൾ ആ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. അതിനകത്ത് കുറച്ച് പാറ്റ് സെക്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കുട്ടികളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വെട്ടി പാച്ച് ചെയ്ത് കളഞ്ഞതാണ്. കാരണം ആ പേരുകൾ വേണ്ട, അത് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് വേറൊരാളുടെ ഫോൺ എടുത്തിട്ട് വരെ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഗ്രാവിറ്റി എത്ര പോകുന്നുണ്ടെന്നുള്ളത്. ഇവർ പരസ്പരം ഈ ദേഷ്യത്തിൻ്റെ മുകളിൽ ഒരാൾ വേറൊരാളുടെ ഫോൺ എടുക്കുന്നു, മറ്റവരുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നു. ഇത് മക്കൾ തമ്മിലുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഭയങ്കര സീനായിട്ടുണ്ട് ഈ സംഗതി. അവിടെ എത്ര കാലമായിട്ട് ഈ വിഷയം നടക്കുന്നുണ്ടാവും. ആ സ്കൂളിൽ തന്നെ ഈ പ്രതികളായിട്ട് ഇരിക്കുന്ന ഈ 6 പേരിൽ 3 പേർ ഇതിനു മുമ്പും ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ ഇടപെട്ടവരാന്ന് പറയുന്നു. ഇവിടുത്തെ കുട്ടികളെല്ലാവരും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് അങ്ങോട്ടും. എന്തുവാണ് ഇത്? ഇവിടെ ആരാണ് ശരിക്കും ഒന്നുമില്ലാതായി പോകുന്നത്? ഇവരൊക്കെ പാരൻസ് അല്ലേ? ഈ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിൽ അയക്കുന്ന പാരൻസ് അല്ലേ ഇവിടെ ശരിക്കും പൊട്ടന്മാരും മണ്ടന്മാരുമായിട്ടുള്ളത് അല്ലേ? ഞാൻ വോയിസിൽ പറയുന്ന ആ ഒരു സ്ക്രീൻഷോട്ടും കൂടി ഉണ്ട്, സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്, അതും കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ ഒറ്റക്ക് അല്ല, ഏട്ടാ നിങ്ങൾ വരും, ഞങ്ങളാട്ടരാ ഒറ്റക്ക് ആടോ നിങ്ങക്ക് തല്ലണ്ടായിനോ? വരി, ഞങ്ങളുടെ കാത്തുണ്ട് വരുന്നോ നിങ്ങളെ പരിപാടിയായിരുന്നു. ഞങ്ങളാട്ടരാ, ഞങ്ങൾക്ക് പറയുന്നിടത്തേക്ക് വരാം, നിങ്ങൾക്ക് വരാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഈ സ്ക്രീന് എന്തുകൊണ്ട് ബ്ലറാക്കി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെയും കുറേ, ഞാൻ പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിനകത്ത് കുറേ പേരുടെ പേരുകളുണ്ട്, കുറേ പേരുടെ പ്രൊഫൈൽസ് ഉണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചിട്ട് ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ അവരുടെ എന്താണ് അവർക്ക് ഇതിനകത്തുള്ള ആക്ടിവിറ്റി, എന്താണ് അവർക്ക് ഇതിനകത്തുള്ള അവരുടെ ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻ്റ് എന്നുള്ളതൊക്കെ പോലീസ് എന്താണെങ്കിലും അന്വേഷിക്കണം. ഇതിനകത്ത് ഹാളിൻ്റെ ഒരു പേര് പറയുന്നുണ്ട്, ഇന്ന ഹാൾ എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ട്യൂഷൻ സെൻറ്ററിലെ വിഷയം കഴിഞ്ഞ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് മുതൽ ഓക്കെ ഷഹബാസൊക്കെ അവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുകയാണ്. അതും ഈ ഫ്രണ്ടിന് വേണ്ടി ഇറങ്ങുന്നത് വേറൊരു ഫ്രണ്ടിനെ, ഒപ്പം പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയായി, ഇവിടുന്ന് അടിച്ച് അവിടെ പോയി, അവിടുന്ന് അടിച്ച് ഇവിടെ പോയാലും അപ്പോൾ അവിടെ കുറ്റക്കാർ, ഇവിടെ കുറ്റക്കാർ. എനിക്ക് മനസ്സിലാവുന്നു ഇത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനൊന്നുമല്ല, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻ റെക്കോർഡും ഈ വോയിസുകളും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ കൃത്യസമയത്ത് എത്തിക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, കൃത്യസമയത്ത് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പലർക്കും ഇത് പറയാൻ, അല്ലെങ്കിൽ ഇതിങ്ങനൊരു വിഷയം കൂടി ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് പറയാൻ എനിക്കറിയില്ല. ഈ പൊതുസമൂഹത്തിൻ്റെ വികാരം, അല്ലെങ്കിൽ
ഈ പറഞ്ഞ മെജോറിറ്റിയുടെ കയ്യടി, അല്ലെങ്കിൽ ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയുമ്പോൾ ഞാനിതൊന്നും റെസ്ട്രിക്റ്റഡ് ആവാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല ഇത് കൃത്യമായിട്ട് ബാക്കിയുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇപ്പം കാര്യങ്ങൾ ഏതുവരെ എത്തി നിങ്ങൾ നോക്ക്. ഒരു കൊലപാതകം നടന്നു, അതിൻ്റെ പേരിൽ ഇനിയും കൊലപാതകങ്ങൾ നടത്താൻ ആളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് ഇത് മാറിയില്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഇപ്പം അങ്ങനെയായില്ലേ കാര്യങ്ങൾ? കൊലപാതകം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. കൊലപാതകമാണ്, അത് ന്യായീകരിക്കാനേ പറ്റില്ല. അതിനി എന്തൊക്കെ പറഞ്ഞാലും മാരകായുധം ഉപയോഗിച്ച് കൂട്ടം കൂടി കൊലപാതകം പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ പറയല്ലോ, പ്രൊവോക്കേഷൻ വരും. ഒരടി ഉണ്ടായി, അതിൻ്റെ പ്രൊവോക്കേഷൻ വരുന്നു. ആ പ്രൊവോക്കേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്രയും വലിയ പ്ലാനിങ് നടത്തിയിട്ട് സ്വന്തം ഫ്രണ്ടിനെ തന്നെ തീർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശിക്ഷ കിട്ടേണ്ടവർ തന്നെയാണ്. പക്ഷെ മക്കളുടെ മെൻറ്റാലിറ്റി കൂടി ഇതിന്ന് പാരൻസ് മനസ്സിലാക്കണം. മനസ്സിലായോ? കൃത്യമായിട്ട് മക്കളുടെ മെൻറ്റാലിറ്റി ഇവിടുത്തെ പാരൻസ് മനസ്സിലാക്കണം. നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വളർന്നു വരുന്ന ജനറേഷന് ചിലപ്പോൾ നല്ല നന്മയിൽ ഉണ്ണികളുടെയും ഉണ്ണിത്തികളുടെയൊക്കെ മുഖമായിരിക്കും. മനസ്സിലായോ? നമ്മൾ കാണുന്ന സമയത്ത് അയ്യോ എന്തൊരു നിഷ്കളങ്കരായ ഇവരൊക്കെ. പക്ഷെ ഇവരുടെ ഉള്ളിലൊക്കെ ഉണ്ട് കുറേ. ഇപ്പോഴത്തെ ജനറേഷൻ എന്തോ അങ്ങനെയാണ്. ഇപ്പം നമ്മളെ ജനറേഷൻ, എൻ്റെ ജനറേഷൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് ധൈര്യമായിട്ട് പറയാം. എന്താ പറയുക, ആസ് എ 90s കിഡ് എൻ്റെ ജനറേഷനിലുള്ളവരൊക്കെ ദേഷ്യമുള്ളവർ അപ്പം ദേഷ്യം കാണിക്കും, സങ്കടമുള്ളപ്പോൾ അപ്പം സങ്കടം കാണിക്കും. എൻ്റെ ഒരു ജനറേഷൻ അങ്ങനെയായിരുന്നു. ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ദേഷ്യം അവർ ഉള്ളിൽ വെച്ചുകൊണ്ട് അങ്ങനെ വേറൊരു മൂഡിലാണ് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളൊക്കെ വലിയ വലിയ വിഷയങ്ങളായി പോകുന്നത്. എന്താണെങ്കിലും ഐ ഫീൽ ലൈക്ക് ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി നൗ. ബിക്കോസ് ഇനി ഈ വിഷയത്തിൽ ആരും തമ്മിലടിച്ച് മരിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഇതേപോലെ ഇനിയൊരു കൊലപാതകമോ അല്ലെങ്കിൽ ഇനിയൊരു വിഷയങ്ങളോ ഉണ്ടാവുന്നതിന് മുമ്പ് കുറേയൊക്കെ ആളുകൾക്ക് ഇതെന്താണ് സംഗതി, എങ്ങനെയാണ് സംഗതി എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊലപാതകം നടത്തി അതിൽ കുറച്ച് ആൾക്കാരെ പിടിച്ചു, പോലീസ് അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നു, പോലീസ് ഇൻവെസ്റ്റിഗേഷന് അവർക്ക് കുറേ മെറ്റീരിയൽ എവിഡൻസും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ പലതും പൊട്ടിപ്പോവും. സോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കൊരു ടൈം വേണം. ഓബ്വിയസ്ലി എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ജുവനൈൽ പരിപാടികളായതുകൊണ്ടും അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ക്വസ്റ്റ്യൻ ചെയ്യാനും ചോദ്യം ചെയ്യാനും എവിഡൻസുകൾ എടുക്കാനും ഇവരായിട്ട് സംസാരിക്കാനൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇറ്റ് ടേക്സ് ടൈം. ബട്ട് എൻ്റെ മനസ്സ് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ശിക്ഷ കിട്ടും. ഓക്കെ, ചെറുതോ വലിയ ശിക്ഷയൊന്നുമില്ല, ഇൻവോൾവ് ആയ ഓരോരുത്തർക്കും ശിക്ഷ കിട്ടും. അതും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളാണ്, മക്കളാണ്, അതല്ല, ഇവരെ വലിയവരായിട്ട് കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യാം, ശിക്ഷകൾ കൊടുക്കാനുള്ള ലൂപ്പ് ഹോൾ ഇവിടെ നിയമത്തിലുണ്ട്. കാരണം ഇവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്ത്, ഇവരുടെ ഈ ക്രൈം ചെയ്യാനുള്ള ഒരു മോഡസ് ഉണ്ട് ഇതിനകത്ത്. ഇവർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, തമ്മിൽ വെല്ലുവിളിക്കുന്നു, ടൂൾസിൻ്റെ ഫോട്ടോ തമ്മിൽ അയച്ചു കൊടുക്കുന്നു. ആകെ മൊത്തം ഒരു എന്തുവാണ് ധാരാവി ബേസ്ഡ് ഗ്യാങ് വാറാ. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചത് ഒരു പയ്യൻ. അവിടെ മോളിൻ്റെ ബാക്കിൽ താമരശ്ശേരി നടന്നത് ഗ്യാങ് വാറാണ് ചേട്ടാ. എന്താണ് മക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത്രത്തോളം ദേഷ്യവും ഇത്രത്തോളം തമ്മിൽ വെറിയും വെറുപ്പും, അത് എന്നും കാണുന്ന മുഖങ്ങളുടെ ഒപ്പം പഠിച്ച മുഖങ്ങൾ പണ്ട് മുതൽ. എന്തിൻ്റെ അഭിമാനത്തിന്? സ്കൂളിൻ്റെ അഭിമാനത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് പാസ്സാവുക, വലിയ മാർക്കാണ്, പഠിച്ച് പാസ്സായ തന്നെ സ്കൂളിൻ്റെ അഭിമാനമാണ് ഇല്ലേ? പഠിച്ച് പാസ്സായി നിങ്ങൾ നല്ല പൊസിഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നാളെ സ്കൂളിലെ ടീച്ചേഴ്സും സ്കൂളും അത് പറയും, ഇവിടെ പഠിച്ചു പോയ കുട്ടി. അതാണ് സ്കൂളിൻ്റെ അഭിമാനം. അല്ല സ്കൂളിൻ്റെ പേരും പറഞ്ഞിട്ട് ടൂൾസ് എടുത്ത് അടിക്കാൻ ഇറങ്ങുന്നതും അല്ലെങ്കിൽ ബെല്ല് വിളിക്കുന്നതൊക്കെയാണ് അഭിമാനം. ആൻഡ് ഫോർ പാരൻസ്, കൈൻഡ്ലി നിങ്ങൾ ഈ ഇൻഫർമേഷൻ മനസ്സിൽ വെച്ചോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ കുട്ടികളൊക്കെ ഭയങ്കര നല്ല കുട്ടികൾ, നമുക്കൊക്കെ അങ്ങനെയല്ലേ, നമ്മളെ കുട്ടികളും നമ്മളെ അനിയന്മാരും നമ്മളെ അനിയത്തിമാരും
ഒക്കെ നമുക്ക് വളരെ പാവങ്ങൾ, അയ്യോ നമ്മളെ മുന്നിൽ അവർ ഏറ്റവും നമുക്ക് ഒരു കുട്ടികളാണ്. ഇപ്പം നമ്മളെങ്ങനെയായിരുന്നു നമ്മളെ പാരൻസിന്, നമ്മളെ റിലേറ്റീവ്സിനൊക്കെ കുട്ടികളായിരുന്നു നമ്മൾ. പക്ഷേ എവിടെയൊക്കെയോ ഇവർക്കൊരു ഒരു തരം റേജ് ഉണ്ട്. ഇവരുടെ മനസ്സിനകത്ത് ഒരു തരം ഒരു ദേഷ്യം, വൈരാഗ്യം, ഭയങ്കര ചലഞ്ചിങ് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി പുറത്തു വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. കൂട്ടത്തല്ല്, തമ്മിലടി, ടൂൾസ് എടുത്ത് ഒരുത്തനെ തീർക്കൽ, വെല്ലുവിളിക്കൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് ഐ ഡോണ്ട് നോ എത്ര പേർക്ക് ഈ ഇഷ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതോ ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ നീ എന്തിനു ഇതിട്ടു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരോടാണ് പറയാനുള്ളത്, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി നൗ. ഈ പേരിൽ ഇനിയും കുറേ അടിച്ച് തീരരുത്, മനസ്സിലായോ? പിന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു മീഡിയ, ഒരു ന്യൂസ് ചാനലൊക്കെ ചെയ്യേണ്ട ഒരു ധർമ്മം അല്ലെങ്കിൽ ബാക്കി ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആസ്പെക്റ്റും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഫൈൻ, ഒന്ന് പറഞ്ഞു ഒന്ന് പറയാതിരുന്നു, ഒന്ന് പറഞ്ഞു ബാക്കി ഇവിടുത്തെ മെജോറിറ്റിയുടെ കയ്യടി നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാക്കി വികാരം നോക്കിയിട്ടോ, നോ. പറയാനും ഇതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യണം ആളുകൾക്ക്. ലെറ്റ് പീപ്പിൾ തിങ്ക്. ആളുകൾ ചിന്തിക്കട്ടെ, ആളുകൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. ലെറ്റ് ദം തിങ്ക്. സോ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇതാണ് എനിക്ക് ഷഹബാസ് വിഷയത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ഇത്രയും കാര്യങ്ങളിവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൻ്റെ പേരിൽ നേരത്തെ കണ്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ചാവാനും കൊല്ലാനും നിൽക്കരുത്. നമ്പർ 1. നമ്പർ 2, നമുക്ക് എന്തൊക്കെ പ്രൊവോക്കേഷൻസും എന്തൊക്കെ തമ്മിലടി എന്തൊക്കെ വിഷയം ഉണ്ടായിക്കോട്ടെ, ഒരാളെ തല്ലിക്കൊല്ലാൻ, ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരവും അർഹതയും ആർക്കും ഇല്ല. ഓക്കെ? ഒരാളെ ജീവിക്കാനുള്ള അയാളുടെ ലൈഫ് അതില്ലാതാക്കാൻ പ്ലാൻ ചെയ്ത് അതില്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാരണത്തിനും പോലും, വാട്ട് എവർ റീസൺ, അത് ഏറ്റവും വലിയ തെറ്റാണ്. അതിന് ശിക്ഷ കൊടുത്തേ പറ്റും.